കാൽ കഴുകൽ ശുശ്രൂഷ. യോഹന്നാൻ 13-ാം അധ്യായം ഒരു ആഴമുള്ള വാക്യത്തോടെയാണ് തുടങ്ങുന്നത്. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ക്രൂശിന്റെ സമയം അടുത്തു എന്നറിഞ്ഞപ്പോൾ യേശു എന്താണ് ചെയ്യുന്നത്? അവൻ എഴുന്നേറ്റു, വസ്ത്രം മൂരിവെച്ചു, തുവർത്തെടുത്ത് അരയിൽ ചുറ്റി മുട്ടുകുത്തി. അതെ, രാജാവ് മുട്ടുകുത്തി ദാസന്റെ കാൽ കഴുകാൻ തുടങ്ങുകയാണ്. കാൽ കഴുകൽ അന്നത്തെ കാലത്ത് ഏറ്റവും താഴ്ന്ന ദാസന്റെ ജോലിയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഡയക്കനോസ് എന്നാണ്. ഭക്ഷണശാലയിൽ സേവനം ചെയ്യുന്നവൻ എന്ന് അർത്ഥം. സൃഷ്ടിയുടെ കർത്താവ് ഉടയോൻ തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു. ഇതാണ് വിശുദ്ധിയുടെ സ്വഭാവം. വിശുദ്ധി അകലം പാലിക്കലല്ല, അത് വിനയത്തോടെ സേവനം ചെയ്യുന്നതാണ്. പത്രോസ് പ്രതിരോധിക്കുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ? നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല. നമ്മുടെ അഭിമാനം ചിലപ്പോൾ ഭക്തിയുടെ രൂപം ധരിക്കും. സേവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്, സേവനം സ്വീകരിക്കാൻ പോലും ബുദ്ധിമുട്ട്. പക്ഷേ യേശു പറയുന്നു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് പങ്കില്ല. സേവിക്കുന്നതിന് മുമ്പ് നാം ശുദ്ധീകരിക്കപ്പെടണം, കൃപ സ്വീകരിക്കണം. ഈ കാൽ കഴുകൽ ക്രൂശിലെ മഹാശുദ്ധീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വെള്ളം കൊണ്ട് അഴുക്കുകൾ ശുദ്ധീകരിക്കാം, എന്നാൽ കർത്താവിന്റെ രക്തം നിന്റെ പാപം കഴുകാൻ പര്യാപ്തമാണ്. നോമ്പുകാലം തല കുനിക്കാനുള്ള കാലമാണ്. ഭൂമിയോളം കുനിയാനും വിനയപ്പെടാനും ഉള്ള കാലം. രാജാവ് മുട്ടുകുത്തി. അവൻ മുട്ടുകുത്തിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ക്രിസ്തീയ ശിഷ്യത്വം ഒരു കൈയിൽ ബേസിനും മറുകൈയിൽ ഉറുമാലുമായി ഒരുവന്റെ പാദങ്ങളെ ശുദ്ധീകരിക്കുന്ന, വീണ്ടെടുക്കുന്ന ശുശ്രൂഷയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പൊടിപിടിച്ച കാലുകൾ കഴുകിയവനെ, ഞങ്ങളുടെ അഹന്തയും സ്വാർത്ഥതയും നീക്കണമേ. സത്യമായ വിനയവും സേവന മനസ്സും നൽകണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആമേൻ.